ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സാധാരണ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്റഗ്രേഷന്റെ ഈ ഒരു യൂണിറ്റിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് എടുക്കട്ടെ. ഇതിൽ വരാൻ ചാൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോ ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇന്റഗ്രേഷൻ. അപ്പോൾ അതിന്റെ അതാ ഞാൻ പറഞ്ഞത്, വീഡിയോസ് ഞാൻ പോളിടെക്നിക്കിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു 3 ക്ലാസ് ഉണ്ടാവും. അത് നോക്കി പഠിക്കുക വേണ്ടി ശ്രമിക്കുക. തൽക്കാലം ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻ എനിക്ക് പോണില്ല, സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ എനിക്ക് പോണില്ല കേട്ടോ. അപ്പൊ ഇതില് ഒരു 1 വേർഡ് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു 1 വേർഡ് ആയിരുന്നു. ഫൈൻഡ് ഇന്റഗ്രൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഏതായിരുന്നു? ഇന്റഗ്രൽ ടാൻ എച്ച് എക്സ്. Find integral tan hx dx. Find integral tan hx dx. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് tan hx dx. അപ്പോ ഇന്റഗ്രൽ ടാൻ ഇല്ല. ഇന്റഗ്രൽ ടാൻ എന്നുള്ള ഫോർമുല ഇല്ല. ഡി ബൈ ഡി എസ് ടാൻ ആണ് sec സ്ക്വയർ. അല്ലാതെ ഇന്റഗ്രൽ ടാൻ എന്ന് പറഞ്ഞ ഒരു ഫോർമുല ഇല്ല നമുക്ക്. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. hx വരുന്നത് ഹൈപ്പർബോളിക് ആണ്. അപ്പോ ഇന്റഗ്രൽ ഓഫ് ടാൻ എന്ന് പറഞ്ഞ അങ്ങനെ സ്റ്റെപ്പ് ഇല്ല. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ എന്ന് പറഞ്ഞ് തുടങ്ങാം. അതായത് ലെറ്ററിന്റെ അവിടെ തുടങ്ങേണ്ടത് കൺസിഡർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഇന്റഗ്രൽ ടാൻ എച്ച് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ടാൻ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാം. സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ് ആണ് ആര്? ടാനിന് നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാം. അപ്പൊ ഇന്റഗ്രേഷനെ ഇങ്ങനെ യു ബൈ വി വന്നു കഴിഞ്ഞാല് ഇന്റഗ്രേഷന്റെ യു ബൈ വി, ഇതാണ് ഞാൻ മറ്റേ പഠിപ്പിച്ച് അവര് പോളിയുടെ വീഡിയോസിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്റഗ്രേഷനിലെ യു ബൈ വി വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. എപ്പോഴും ഡിനോമിനേറ്ററിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരണം. അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പാടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത, നമ്മൾ എന്തിന് യു കൊടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമ്മള് എന്തിന് യു കൊടുക്കാം? കോസ് എച്ച് എക്സിന് യു കൊടുക്കാണ്. അപ്പൊ ലെറ്റ് യു ഈക്വൽ ടു കോസ് എച്ച് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാല് കോസിന്റെ ഡെറിവേറ്റീവ്, ശരിക്കും പറഞ്ഞ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ് അല്ലെ. പക്ഷെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, കോസ് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സൈൻ എച്ച് എക്സ് ആണ് കേട്ടോ. നമ്മളതിനെ ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിക്കുന്നുണ്ട്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ തന്നെ ടോപ്പിക് ഉണ്ട് നമുക്ക്. അതിന്റെ ഡെറിവേഷൻ ഡിഫറൻസിയേഷന്റെ ഫോർമുലയിലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാല് സൈൻ എച്ച് എക്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ന്യൂമറേറ്റർ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഡി യു ഈക്വൽ ടു സൈൻ എച്ച് എക്സ് ഡി എക്സ്. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. തന്നിരിക്കുന്നതില് ഡിനോമിനേറ്ററിനെ യു കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറി? ഇന്റഗ്രൽ 1 ബൈ യു. ഡിനോമിനേറ്റർ യു കൊടുത്തു. സൈൻ എച്ച് എക്സും ഡി എക്സിനെയും പകരം എന്തായി? ഡി യു എന്നായി. സൈൻ എച്ച് എക്സും ഡി എക്സിനെയും പകരം ഡി യു എന്നായി. 1 ബൈ യുന്റെ ഇന്റഗ്രൽ ഞാൻ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. എന്താണ് 1 ബൈ യു ഇന്റഗ്രല്? ലോഗ് യു, ലോഗ് മോഡ് യു എന്ന് വിളിക്കും. ലോഗ് മോഡ് യു പ്ലസ് സി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് സി എഴുതാം കേട്ടാ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ വരുമ്പോൾ മാത്രമേ ആ പ്ലസ് സി ഇല്ലാത്തതുള്ളൂ. ഈക്വൽ ടു, ഇനി യുവിന് തിരിച്ച് പഴയ പേര് കൊടുക്കാം. ലോഗ് മോഡ് കോസ് എച്ച് എക്സ് പ്ലസ് സി. ഇതിലിപ്പോ ഇതൊന്നും എഴുതാം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നേ. ഇന്റഗ്രൽ ടാൻ എച്ച് എക്സ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇന്റഗ്രൽ ടാൻ എച്ച് എക്സ് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കോട്ട് എച്ച് എക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടി ചെയ്ത് നോക്കാം. എല്ലാവരും എഴുതിയത്? എഴുതിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാ. ഇന്റഗ്രൽ കോട്ട് എച്ച് എക്സ് ഡി എക്സ്.
ഇന്റഗ്രൽ കോട്ട് എച്ച് എക്സ് ഡി എക്സ്. അപ്പൊ കോട്ടിനെ തിരിച്ചാണ് കോസ് ബൈ സൈൻ ആണ് കോട്ട്. കോട്ട് എന്നുള്ളത് കോസ് ബൈ സൈൻ ആണ്, തിരിച്ചാണ് വരിക. കോസ് എച്ച് എക്സ് ബൈ സൈൻ എച്ച് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിനാണ് യു കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിന് യു കൊടുക്കാം. ഡിനോമിനേറ്റർ സൈൻ ആണ്. അപ്പൊ സൈന് യു കൊടുക്കുമ്പോ എന്താണ്? യു ഈക്വൽ ടു സൈൻ എച്ച് എക്സ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എച്ച് എക്സ്. മൈനസ് ഒന്നുമില്ല, കോസ് എച്ച് എക്സ് എന്ന് വരും. കോസ് എച്ച് എക്സ് എന്ന് വരും. ഇപ്പൊ ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ കോസ് എച്ച് എക്സ് ഡി എക്സ്. അപ്പൊ നോക്കുക, ഡിനോമിനേറ്ററിന് യു കൊടുത്തു, കോസ് എച്ച് എക്സ് ഡി എക്സിന് പകരം ഡി യു കൊടുത്തു. സെയിം തന്നെ ആൻസർ വരിക 1/u du എന്ന് വരും. അതിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് യു ആണ്. പക്ഷെ യുവിന് വാല്യൂ കൊടുക്കണേ. യു എന്ന് വിളിക്കുന്നത് സൈൻ എച്ച് എക്സ് ആണ്. തിരിച്ചു വരും കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം ഇന്റഗ്രൽ ടാൻ ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം കോട്ട് ചോദിച്ചാൽ രക്ഷപ്പെട്ടല്ലോ. ഓക്കെ, ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ ഞാൻ അടുത്ത യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇന്റഗ്രേഷൻ മാത്രം നോക്കുന്നതുകൊണ്ടാണ് അത് പറയാത്തത്. ഓക്കെ, അപ്പൊ ആ രണ്ട് പ്രോബ്ലം ഓക്കെ എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം ഇന്റഗ്രേഷൻ നിന്ന് അത് രസം. ഈ ഒരു യൂണിറ്റിൽ നിന്ന് 1, 2, 3, 4, 5 ചോദ്യമാണ് കേട്ടോ. 10 ക്വസ്റ്റ്യന്റെ 5 ക്വസ്റ്റ്യൻ എന്താണ് ഇന്റഗ്രേഷൻ എന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. സെക്കൻഡ് മോഡ്യൂളിൽ കഴിഞ്ഞ വർഷത്തെ 1 വേർഡ് ക്വസ്റ്റ്യനില്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യനില് 5 ക്വസ്റ്റ്യനും ചോദിച്ചത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഇന്റഗ്രേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ടാൻ എച്ച് എക്സ് ആണ് നോക്കിയത്. റൈറ്റ് ആയിട്ട് വന്നത് നോട്ട് ചെയ്തെടുക്കട്ടോ. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ആണ്. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 2x4 ഡിവൈഡഡ് ബൈ x4 d. സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 2x4 ഡിവൈഡഡ് ബൈ x4 d. അപ്പൊ നമ്മൾ യു ബൈ വി ആണ് അല്ലെ. യു ബൈ വി വരുന്ന എല്ലാ പ്രോബ്ലവും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ യു ബൈ വി ആണ്. അപ്പൊ x4 നമ്മൾ യു കൊടുത്ത് വിചാരിച്ചോ. നിങ്ങൾ ആരും എഴുതരുത്. x4 നമ്മൾ പഴയ പോലെ യു ബൈ വി ആണെങ്കിൽ ഡിനോമിനേറ്ററിന് യു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഡി യു ബൈ ഡി എക്സ് പറഞ്ഞാൽ എന്താ വരാ? ഡി യു ബൈ ഡി എക്സ് ചെയ്താല് ഇതിന്റെ ഡെറിവേറ്റീവ് 4x³ എന്നാണ്. ന്യൂമറേറ്ററിൽ 4x³ എന്നാണോ? അല്ല. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ x³ ടേം വരണം. അങ്ങനെയല്ല കിടക്കുന്നത്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ഇത് സാധാരണ പ്രോബ്ലം ആണ്. എന്ത് ചെയ്താൽ മതി? ഓരോ ടേമിനെയും x4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈക്വൽ ടു എന്ത് ചെയ്യാം? ഇന്റഗ്രൽ x² ബൈ x4 മൈനസ് 2x4 ബൈ x4 dx. വെട്ടിക്കളയുമ്പോ ഇന്റഗ്രൽ 1/x² മൈനസ് 2 dx എന്ന് പറയും. 1/x² മൈനസ് 2 dx. ഞാൻ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. 1/x² ഇന്റഗ്രൽ ഇന്നലെ ഞാൻ എഴുതിയിരുന്ന ഫോർമുല മൈനസ് 1/x. 1/x² ഇന്റഗ്രൽ ബൈഹാർട്ട് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. മൈനസ് 1/x മൈനസ് 2 ഇന്റഗ്രൽ എന്താണ്? 2x. അവസാനം ഒരു പ്ലസ് ചെയ്ത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ 1/x² ഇന്റഗ്രൽ എന്താണ്? മൈനസ് 1/x മൈനസ് 2x. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ചെറിയ മാർക്കൊന്നും വേണ്ട സാറേ, നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. കാരണം ഈ 10 1 വേർഡ് ശരിയാക്കിയാലും മതി. നമ്മള് 10 1 വേർഡ് ശരിയാക്കി 10 മാർക്കായി. പിന്നെ ഒരു 18 മാർക്ക് കൂടി കിട്ടി ജയിച്ചു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വലിയ ക്വസ്റ്റ്യൻ ശരിയാക്കണമെന്ന് നിർബന്ധം പിടിക്കണ്ട. ഈ ചെറിയ ക്വസ്റ്റ്യൻസ് ശരിയാക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് f of x equal to x square.
എക്സ് സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താണെന്നാണ്. എക്സ് സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താണ്? ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞാല് ഇന്റഗ്രേഷൻ തന്നെയാണ് കേട്ടാ. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? അപ്പൊ അത് കാണിക്കുന്ന രീതി വേറെ രീതിയാണ്. അതായത് നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് സ്ക്വയർ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് ക്യൂബ് ബൈ 3 ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. എല്ലാവർക്കും അറിയാം ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പൊ അതിന്റെ ആന്റി ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാല് എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എക്സ് സ്ക്വയർ വരിക എന്ന് നോക്കുകയാണ്. അപ്പൊ ജസ്റ്റ് വൺ വേർഡ് ആണ്, വലിയൊരു സിമ്പിൾ എന്നല്ല. അപ്പൊ ഈ ആൻസർ നമ്മുടെ ഓർമ്മയിൽ വന്നാൽ മതി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ എഴുതാം വി നോ ദാറ്റ്. അത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ എഴുതാം. വി നോ ദാറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ബൈ 3. എക്സ് ക്യൂബ് ബൈ 3 ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? 3x സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 3 വെട്ടിപ്പോയി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അത് കാണിച്ചു കൊടുക്കുക ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം കാണിക്കരുത്, ഇന്റഗ്രൽ എന്നുള്ള സിമ്പിൾ കാണിക്കരുത്. നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 ആണെന്ന്. അപ്പൊ എക്സ് ക്യൂബ് ബൈ 3 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നു. അത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ആന്റി ഡെറിവേറ്റീവ്. therefore ആന്റി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എക്സ് ക്യൂബ് ബൈ 3. എക്സ് സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 ആണ് കേട്ടോ. എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എക്സ് സ്ക്വയർ കിട്ടുന്നത്, അതാണ് അതിന്റെ ആന്റി ഡെറിവേറ്റീവ്. അതിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല, ഇന്റഗ്രേഷന്റെ സിമ്പിൾ നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, ആന്റി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ഇതും വൺ വേർഡ് തന്നെയായിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കുന്നത്, എക്സ്ട്രാ ഒന്നും നോക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതേ മോഡലൊക്കെ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഫോർമുല ഓഫ് വോളിയം ആണ്. വോളിയത്തിന്റെ ഫോർമുല അത് ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ആർക്ക് ലെങ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നേ. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആർക്ക് ലെങ്ത് കാണുന്ന ക്വസ്റ്റ്യൻ അപ്പൊ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയി പോയി. വൺ വേർഡിനുള്ള ക്വസ്റ്റ്യൻ അല്ല അത്. എങ്കിലും ഞാനത് ചെയ്യിപ്പിക്കുകയാണ്. എഴുതാം ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഓഫ് ദി കർവ് y ഈക്വൽ ടു എക്സ് റേസ് ടു 3/2. കുറച്ച് ലെങ്ത് കൂടിപ്പോയി ഈ പ്രോബ്ലം. y ഈക്വൽ ടു എക്സ് റേസ് ടു 3/2 ഫ്രം 1 മുതൽ ടു 2,2√2. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഓഫ് ദി കർവ്. അപ്പൊ ഇത് ഇന്നലെ നമ്മൾ പഠിപ്പിച്ചിരുന്നില്ല, ഫോർമുല മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ലെങ്ത് കാണാനുള്ള ഫോർമുല ഇന്നലെ ഞാൻ പഠിപ്പിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ പ്രോബ്ലം ആണ്. പക്ഷെ ഇതൊരു വൺ വേർഡിന്റെ ക്വസ്റ്റൻ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലെങ്ത് കൂടിയ ക്വസ്റ്റൻ ആയി പോയി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തെറ്റി പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതോ എന്താണെന്ന് അറിയില്ല. കുറച്ച് വലിപ്പം കൂടുതലാണ്. ഓക്കെ, എങ്കിലും ഞാൻ പഠിപ്പിക്കുകയാണ്. കാരണം ഇത് 4 മാർക്കിനൊക്കെ ചോദിച്ചാലോ. മനസ്സിലായോ? ഇപ്രാവശ്യം 1 മാർക്കാണുള്ളൂ വെച്ചെങ്കിലും അടുത്ത പ്രാവശ്യം 4 മാർക്കിന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത് പഠിപ്പിക്കുകയാണ്. അപ്പൊ ആർക്ക് ലെങ്ത് കാണാൻ പറഞ്ഞാൽ ആദ്യം dy by dx കണ്ടുപിടിക്കാണ്. അപ്പൊ താഴെ തന്നെ എഴുതാം g1 y ഈക്വൽ ടു എടുത്ത് എഴുതാം. എന്നിട്ട് dy by dx കാണാം. എന്താണ് ഫോർമുല? 3/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 മൈനസ് 1. ഇതാണ് dy by dx. അതായത് dy by dx ന്റെ വാല്യൂ 3/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2/2 വരും, 1/2 വരും കേട്ടോ. അപ്പൊ dy by dx കണ്ടെത്തി 3/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2. അപ്പൊ ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല ഇന്നലെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ a ടു b ഓർമ്മയുണ്ടോ? റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx ഹോൾ സ്ക്വയർ dx. ഇതിന്റെ ഫ്രണ്ടില് ഒരു yയും 2πയും വന്നാൽ സർഫസ് ഏരിയ കേട്ടാ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ആർക്ക് ലെങ്ത്തിന്റെ പ്രോബ്ലം ഇന്നലെ ചെയ്തിരുന്നില്ല. പ്രോബ്ലം ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കേട്ടാ. ഓക്കെ, ഇന്നലെ നമ്മൾ ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രോബ്ലം ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? ഇത് ഫോർമുല ഇതില് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ലിമിറ്റ് 1 to 2√2 അല്ലെ. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 1 ആണ്,
അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2 ആണ് കേട്ടോ. അപ്പൊ ലിമിറ്റ് 1 to 2 എന്നാ കൊടുക്കണ്ടേ. അല്ലാണ്ട് വൈയുടെ dy എന്നായിരുന്നെങ്കിൽ തിരിച്ചു കൊടുക്കണേ, 1 to 2 √2 എന്ന് കൊടുക്കണം. dy എന്നാണെങ്കിൽ രണ്ടാമത്തെ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എക്സിന്റെ ലിമിറ്റ് ആണ്. അപ്പൊ എക്സ് ഓർഡേഡ് പെയർ XY എന്നല്ലേ പറയാം. ആദ്യം കാണുന്ന പോയിന്റ് രണ്ടിലും കൊടുക്കണ്ട, ആദ്യം കാണുന്ന പോയിന്റ് എടുക്കാം. അപ്പൊ 1 to 2 ആണ്. അപ്പൊ ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx, ഇതാണ് അതിന്റെ സ്ക്വയർ, 3/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 ന്റെ സ്ക്വയർ dx. സ്ക്വയർ ചെയ്യുന്നു, ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 റൂട്ട് ഓഫ് 1 പ്ലസ് 9/4 x എന്ന് വരും കേട്ടോ. 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, എക്സ് റേസ് ടു 1/2 ന്റെ സ്ക്വയർ x dx. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രൽ റൂട്ട് വരുന്ന പ്രോബ്ലം എപ്പോഴും റൂട്ടിന്റെ ഉള്ളിലുള്ള ടേമിന് യു കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിന്റെ ഡെറിവേറ്റീവ് കൂടെ പുറത്ത് വരണം കേട്ടോ. അപ്പൊ ലെറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ലെറ്റ് യു ഈക്വൽ ടു 1 പ്ലസ് 9/4 x. 1 പ്ലസ് 9/4 x യു കൊടുത്തു. അപ്പൊ du ബൈ dx ഈക്വൽ ടു അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 പ്ലസ് 9/4 ഇൻറ്റു 1. du ഈക്വൽ ടു 9/4 dx എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ 9/4 dx എന്ന് പുറത്ത് വരുന്നുണ്ടോ? പുറത്ത് 9/4 dx ഉണ്ടോ? ഇല്ല അല്ലെ, വെറും dx മാത്രമേ ഉള്ളൂ. അപ്പൊ 9/4 ഇങ്ങോട്ട് കൊണ്ടുവരാം. 4/9 du ഈക്വൽ ടു dx. അപ്പൊ dx മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഈക്വൽ ടു ഇത്രയും കാര്യങ്ങളൂടെ കൊടുക്കുകയാണ്. ഇന്റഗ്രൽ 1 to 2 റൂട്ട് യു ഇൻറ്റു dx പകരം 4/9 du. കണ്ടോ, 4/9 വെളിയിലെടുത്തു. 4/9 ഇൻറ്റു ഇന്റഗ്രൽ 1 to 2 റൂട്ട് യു du. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അല്ല ഇത്. 1 വേർഡിനുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാം ചോദിച്ചെങ്കിലും ഇത് ഇപ്പൊ നോക്കുമ്പോൾ ഒരു മാർക്കൊന്നും അല്ല, അത്യാവശ്യം മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട് 4/9 റൂട്ട് യു du ആണ്. റൂട്ട് യുന്റെ ഇന്റഗ്രൽ കേട്ടോ, ഇന്നലെ നമ്മൾ പഠിപ്പിച്ചതാണ്. ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇന്റഗ്രൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ബൈഹാർട്ട് ചെയ്തോളൂ. എന്താണ് 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? 4/9 ഇൻറ്റു 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3, എക്സ് അല്ല ഇവിടെ യു ആണ്, യു റേസ് ടു 3/2. ലിമിറ്റ് 1 to 2. ശ്രദ്ധിക്കുക, യുവിനല്ല വാല്യൂ കൊടുക്കണത്, തെറ്റിക്കരുത്. യുവിന് പഴയ വാല്യൂ തന്നെ കൊടുക്കണേ. യു എന്ന് പറഞ്ഞാല് 1 പ്ലസ് 9/4 എത്രയായിരുന്നു? 9/4 x ഇങ്ങനെയല്ലായിരുന്നു, അതന്നെ തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ 8/27 ഇൻറ്റു യുവിന് പഴയ വാല്യൂ കൊടുക്കണേ 1 പ്ലസ് 9/4 x റേസ് ടു 3/2. അതിലാണ് 0 to 1 കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രോബ്ലം കുറച്ച് വലിയ പ്രോബ്ലം ആയി പോയി. ഒരു മാർക്കേ ഉള്ളൂ. ഈക്വൽ ടു 8/27 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 to 2 വരുന്നു അല്ലെ, സോറി 1 to 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാണ്. 1 പ്ലസ് 9/4 ഇൻറ്റു 2 അതാണ് അപ്പർ ലിമിറ്റ്, ഹോൾ റേസ് ടു 3/2 മൈനസ് 1 പ്ലസ് 9/4 ഇൻറ്റു 1 ഹോൾ റേസ് ടു 3/2. വലിയ ക്വസ്റ്റ്യൻ ആണ്. 8/27 ഇൻറ്റു അത് വെട്ടി കളഞ്ഞാൽ താഴെ 2 9/2 വരും. 2 പ്ലസ് 9 11/2 വരും. 11/2 റേസ് ടു 3/2 മൈനസ് അവിടെ 13 പ്ലസ് 13/4 റേസ് ടു 3/2. അതിപ്പോ ഇങ്ങനെ എഴുതിയാൽ മതി, സിംപ്ലിഫൈ കിട്ടാം. അതാണല്ലേ, ഒരു മാർക്കേ ഉള്ളൂ. നമുക്ക് ഒരു മാർക്കേ ഉള്ളൂ, അത്രയ്ക്ക് എഴുതിയാൽ മതി. ഇങ്ങനെയാണോ? ഓക്കെ.
ഇപ്പൊ എച്ച് സ്ഥലത്ത് അപ്പൊ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് 2 ക്വസ്റ്റ്യനുകളുണ്ട് ഇന്റഗ്രേഷന് 2 മാർക്കിലെ. ഇന്റഗ്രൽ cos x by sin square x dx. cos x by sin square x dx. ഇന്റഗ്രൽ cos x by sin square x dx. ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. വളരെ ഇതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേ മോഡൽ ട്രിഗണോമെട്രി റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേഷൻസ് കുറച്ചധികം ഞാൻ ആ പോളിടെക്നിക്കിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി പഠിക്കട്ടാ. അപ്പൊ ഈ തൽക്കാലം ഈ പ്രോബ്ലം ചെയ്യിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്തതാണ്. ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സൈൻ എക്സിന് യു കൊടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയൊക്കെ ചെയ്യാം. അതിനേക്കാളും നല്ലത് ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നാക്കുന്നു ഇൻറ്റു 1 ബൈ സൈൻ എക്സ് എന്നാക്കും dx. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 2 മാർക്ക് ആയതുകൊണ്ട് ഇത്തിരി സിമ്പിൾ ആയിട്ട് പോയാൽ മതി. സൈൻ സ്ക്വയറിന് താഴെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നാക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്റഗ്രൽ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ട് ആണ്. കോട്ട് എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക് ആണ് കേട്ടോ. കൊസീക്ക് എക്സ് dx. ഇത് ഇൻറ്റു ആണ്. നമ്മൾ മോഡൽ എക്സാം എഴുതിയപ്പോൾ ഇതൊക്കെ പ്ലസ് എഴുതിയിട്ടുണ്ട് ചിലര്. അപ്പൊ നമുക്ക് കിട്ടി ഇന്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് dx. കൊസീക്കിന്റെ കോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് എക്സിന്റെ ഫോർമുലയാണ് കേട്ടോ. അത് ഡയറക്റ്റ് ഫോർമുലയാണ്. ഇന്റഗ്രൽ കൊസീക്കിന്റെ കോട്ട് എന്ന് പറഞ്ഞാല് മൈനസ് കൊസീക്ക് എക്സ്. ഓക്കെ. കൊസീക്കിന്റെ കോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് എക്സ്. ശ്രദ്ധിക്കുക. ആ പോളിടെക്നിക്കിന്റെ വീഡിയോസ് നോക്കണേ, മറക്കരുത്. ട്രിഗണോമെട്രി റേഷ്യോസിന് അതിൽ ചെയ്ത ഒരു 4-5 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അത്രയും വീഡിയോസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇന്ന് തന്നെ ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പ്ലേലിസ്റ്റ് കയറുക. പ്ലേലിസ്റ്റ് കയറിയിട്ട് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന് പറഞ്ഞ പേപ്പർ, മാത്തമാറ്റിക്സ് 2 കേട്ടോ. പോളിടെക്നിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അതിൽ നോക്കിയാൽ ഇന്റഗ്രേഷന്റെ ഐഡിയാസ് കിട്ടും. ഇന്റഗ്രേഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് തിരിച്ചു ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെ ആയതുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്രാവശ്യം തിരിച്ചു ചോദിക്കാം. ഇവാലുവേറ്റ് ചെയ്താൽ തിരിച്ച് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇപ്രാവശ്യം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചെയ്തോ, തിരിച്ചെഴുതാം. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഒന്ന് ചെയ്ത് നോക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിന്റെ തിരിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എടുക്കണം കേട്ടോ. ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് dx. ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ ബൈ കോസിനെ ടാൻ എന്ന് എഴുതി, ടാൻ എക്സ് 1 ബൈ കോസിനെ സീക്ക് എക്സ് എന്ന് എഴുതി കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത് സീക്ക് എക്സ് ആണ് കേട്ടോ. ഇന്റഗ്രേഷന്റെ ബേസിക് ഫോർമുലയാണ്. ഇന്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരുന്നുണ്ട്. കൊസീക്ക് വരുമ്പോ കൊസീക്ക് വരുമ്പോ മൈനസ് ഉണ്ട്. മൈനസ് കൊസീക്ക് എക്സ് എന്നാണ്. സീക്ക് വരുമ്പോ മൈനസ് ഇല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് രണ്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ x² + 1 whole raised to 50
into 2x dx. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. x square plus 1 whole raised to 50 into 2x dx by substitution method. ആ ഒരു മെത്തേഡ് അടക്കം അവർ പറഞ്ഞിട്ടുണ്ട്. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, യെസ്. എപ്പോഴും ഇങ്ങനെ വരുമ്പോഴേ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേമിനെയാണ് യു എന്ന് കൊടുക്കേണ്ടത്. എപ്പോഴും ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേമിനെയാണ് നമ്മൾ യു എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. എപ്പോഴും ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേമിനെയാണ് യു കൊടുക്കുക കേട്ടോ. അപ്പോ ഡി യു ബൈ ഡി എക്സ് ഒന്ന് കാണാം. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. 1ന്റെ 0 കണ്ടോ. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x ഇവിടെ വരുന്നുണ്ട് പുറത്ത്. അപ്പൊ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ എപ്പോൾ അപ്ലൈ ചെയ്താലും എന്തിന് യു കൊടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടാവും. ഓക്കെ, എന്തിന് യു കൊടുത്താലും അതിന്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നടക്കില്ല. ഓക്കെ, അപ്പോ ഡി യു എന്നുള്ളത് എന്താ എഴുതാം? നമുക്ക് ഡി യുനെ 2x dx. അപ്പൊ 2x dxന് പകരം നമുക്ക് ഡി യു എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം കഴിഞ്ഞു. ഈക്വൽ ടു ഇന്റഗ്രൽ, ഇത് യു ആണ്, u raised to 50 into 2x dx ന് പകരം u du. u raised to 50 ന്റെ ഇന്റഗ്രൽ u raised to 51 by 51 plus c. u ന് പഴയ വാല്യൂ തിരിച്ചു കൊടുക്കാം. അപ്പൊ x square plus 1 whole raised to 51 by 51 plus c എന്നാണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യനെ ഇപ്പൊ 2 മാർക്കിന്റെ കഴിഞ്ഞ് അടുത്ത 4 മാർക്കിനാണ്. ഇവാലുവേറ്റ് ഇൻ ദ ഇന്റഗ്രൽ. 4 മാർക്കിന്റെ ഒക്കെ ശരിക്കും പറഞ്ഞ് സിമ്പിൾ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ എല്ലാം. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ, കാരണം നമ്മളിപ്പോ ചെയ്തൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ x into 1 plus x cube dx. Evaluate the integral x into 1 plus x cube dx എന്നാണ്. x into 1 plus x cube dx and verify the answer by using differentiation. അതായത് ഇതിനെ ആ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇതിനെ ഈ സെയിം സാധനം തന്നെ കിട്ടുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ, അതിനുശേഷം വെരിഫൈ ബൈ ഡിഫറൻസിയേഷൻ. തിരിച്ച് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആൻസർ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാണ്. ഇതാണ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു എക്സ് പ്ലസ് എക്സ് റേസ് ടു 4 dx. ഓക്കെ, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എക്സിന്റെ ഇന്റഗ്രല് എക്സ് സ്ക്വയർ ബൈ 2, എക്സ് റേസ് ടു 4ന്റെ ഇന്റഗ്രല് എക്സ് റേസ് ടു 5 by 5 പ്ലസ് സി. ഓക്കെ, കഴിഞ്ഞു. ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ വണ്ണിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ സെയിം സാധനം കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എഴുതാം ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് റേസ് ടു 5 by 5 പ്ലസ് സി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ബൈ 2 എഴുതി. എക്സ് റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5x റേസ് ടു 4 എന്നാണ്, ബൈ 5 എന്ന് എഴുതി. പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് 0 ആണ്. 2 വെട്ടി 5 വെട്ടി ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു 4. എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ക്യൂബ്. അത് തന്നെയല്ലേ കിട്ടിയത്. hence the proof. Hence the result is true. അങ്ങനെ hence the proof നൽകാം.
അല്ലെ, സെയിം സാധനം തന്നെ കിട്ടി കേട്ടോ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇന്റഗ്രേറ്റ് ചെയ്ത സാധനത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നേ. അടുത്ത ക്വസ്റ്റ്യനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് 1/3 സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് പ്ലസ് 1/3 സൈൻ ക്യൂബ് എക്സ് പ്ലസ്. അപ്പൊ അതിൽ എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മൊത്തത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും ഒരു ഉദ്ദേശത്തിലേ ഉള്ളൂ, ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് കാണാനാണ്. അപ്പൊ തൽക്കാലം നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റി എഴുതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. കോസ് ക്യൂബ് എക്സിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തൽക്കാലം ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി എഴുതുന്നു ഞാൻ: ഇവാലുവേറ്റ് ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ഓക്കെ, കോസ് ക്യൂബ് ഇന്റഗ്രേഷനിൽ ഇതേപോലെ ക്യൂബിനെ സ്ക്വയറിനൊന്നും ഇന്റഗ്രേഷൻ ഫോമിൽ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ആവശ്യം വരുന്ന റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 4 കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. കോസ് ക്യൂബ് തീറ്റ അല്ലെങ്കിൽ കോസ് ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാല് 1/4 ഇൻറ്റു 3 കോസ് എക്സ് പ്ലസ് കോസ് 3x. ഇതാണ് കോസ് ക്യൂബ് എക്സിന്റെ റിസൾട്ട്. എന്താണ്? 3 കോസ് എക്സ് പ്ലസ് കോസ് 3x എന്നാണ്. ഓക്കെ, അതുപോലെ സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x. ഇതാണ് സൈൻ ക്യൂബ് എക്സിന്റെ റിസൾട്ട്. ട്രിഗണോമെട്രി റിസൾട്ട് ആണ്. കോസ് ക്യൂബ് എക്സിനും സൈൻ ക്യൂബ് എക്സിനും ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അതുപോലെ സൈൻ സ്ക്വയർ എക്സിന് 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2. അതുപോലെ കോസ് സ്ക്വയർ എക്സിന് 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2x. ഇത്രയും റിസൾട്ടുകൾ ഉണ്ട് കേട്ടോ. ഈ 4 റിസൾട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 റിസൾട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഒക്കെ ഇന്റഗ്രേഷൻ ചോദിക്കാറുണ്ട്. ഒരു 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്നതാണ്. ഇതിന്റെ ഒക്കെ ഇന്റഗ്രേഷൻ ചോദിക്കും. അപ്പൊ ഈ 4 റിസൾട്ട് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ഈ 4 റിസൾട്ട് നമുക്ക് യൂസ് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സിന് വാല്യൂസ് കൊടുക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് ക്യൂബിന് പകരം 1/4 ഇൻറ്റു 3 cos x പ്ലസ് cos 3x കേട്ടോ dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. 1/4 വെളിയിലെടുത്തു. 3 ഇൻറ്റു cos x ന്റെ ഇന്റഗ്രൽ എന്താണെന്നറിയോ? cos x ന്റെ ഇന്റഗ്രൽ വെറും sin x ആണ് കേട്ടോ. പ്ലസ് cos 3x ന്റെ ഇന്റഗ്രലും sin 3x ആണ്. sin 3x by 3 എന്ന് എഴുതണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണ്ട. ഈ 4 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ എന്താ വരിക? 3/4 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 1/12 ഇൻറ്റു സൈൻ 3x എഴുതാം അല്ലെ? നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാണ്. ഇതുവരെ കിട്ടി? എല്ലാരും എഴുതാം. ഇതുവരെ എഴുതിയോ? പ്രൂവ് ദാറ്റ് ആയതുകൊണ്ട് ഇതാണ് ആൻസർ. പ്രൂവ് ദാറ്റ് എന്നുള്ളതായതുകൊണ്ട് വേണമെങ്കിൽ ആ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാണ്. എല്ലാവരും എഴുതാം. നോക്കാം, ഈ റിസൾട്ടിന്റെ ഉള്ളിൽ നിന്ന്, ഈ സൈൻ ക്യൂബിന്റെ റിസൾട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു റിസൾട്ട് കൂടി ഉണ്ടാക്കാം. ഈ 4 കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 സൈൻ ക്യൂബ് എക്സ് ഇതിനായിട്ട് അടിച്ചു കഴിഞ്ഞാല് ഈക്വൽ ടു
3 sin x മൈനസ് sin 3x എന്നാവേ. അപ്പോ sin 3x വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3 sin x മൈനസ് 4 sin cube x എന്ന് എഴുതാം കേട്ടോ. sin 3x ആ സൈഡിൽ നിന്ന് എഴുതിക്കുക. sin 3x ഇങ്ങനെ റിസൾട്ടിലേക്ക് വേണമെങ്കിൽ എത്തിക്കാം. ഇതിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൂഫിലുള്ള ആൻസർ കിട്ടേണ്ടതാണ്. ചെക്ക് ചെയ്ത് നോക്കാം. ഇതില് ഈ റിസൾട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 3/4 ഇൻറ്റു sin x പ്ലസ് 1/12 ഇൻറ്റു sin 3x പകരം എന്ത് എഴുതാം? 3 sin x മൈനസ് 4 sin cube x. നമ്മളെ പ്രൂഫിലേക്ക് എത്തിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതുവരെ എഴുതിയാൽ മതി. ഇവാലുവേറ്റ് എന്നായിരുന്നെങ്കിൽ ഇതുവരെ എഴുതിയാൽ മതി. അവര് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്രയും ചെയ്യുന്നത്. വിത്ത് 1 ഇതിനോട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ആൻസർ എന്താ വരിക? 3/4 sin x പ്ലസ് 3/12 sin x മൈനസ് 4/12 sin cube x. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 3/4 sin x. ഈ 4 3 വെട്ടി പോകുമ്പോ 1/4 അല്ലെ? 1/4 sin x മൈനസ് വെട്ടി കളയുമ്പോ 1/3 sin cube x. 3/4 1/4 വരുമ്പോ 4/4 ആണ് വരിക. 4/4 sin x മൈനസ് 1/3 sin cube x. അപ്പൊ നമ്മുടെ പ്രൂഫായി 4/4 1 ആണ് അല്ലെ? ഈക്വൽ ടു sin x മൈനസ് 1/3 sin cube x. ഇതാണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഇത്രയും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ചു പോയത്. അല്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞ ആൻസറിൽ എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായോ? എഴുതിയെല്ലാരും? എഴുതിയായിരുന്നോ? എഴുതില്ല? കുറച്ച് എളുപ്പം കൂടി അല്ലേ? അപ്പൊ ഇത്രയില്ലെങ്കിലും നമ്മൾ നേരത്തെ ഇന്റഗ്രേഷൻ കൂടെ എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ 4 ഫോമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒക്കെ ഇന്റഗ്രൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്തത് അടുത്ത ചെയ്ത ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് അങ്ങനെ മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ ക്യൂബ് എക്സിന്റെ റിസൾട്ട് എന്താണ്? 1/4 ഇൻറ്റു ബ്രാക്കറ്റില് 3 sin x മൈനസ് sin 3x dx. ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 1/4 വെളിയിലെടുത്തു. ബാക്കി 3 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ് കേട്ടോ. മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ 3x ഇന്റഗ്രൽ മൈനസ് കോസ് 3x/3 പ്ലസ് സി. ഒന്ന് നീറ്റായിട്ട് എഴുതുമ്പോ 1/4 ഇൻറ്റു മൈനസ് 3 കോസ് എക്സ് പ്ലസ് കോസ് 3x/3 പ്ലസ് സി. വേണമെങ്കിൽ കോസ് 3x മാറ്റി എഴുതാം. ഞാനതൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ സൈൻ ക്യൂബ് എക്സിന്റെ ഇന്റഗ്രല് മൈനസ് 3 കോസ് എക്സ് പ്ലസ് കോസ് 3x/3. ഓക്കെ, അപ്പൊ ആ 4 റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 റിസൾട്ടിന്റെ ഇവിടെ ഒരു ഇന്റഗ്രൽ കൊടുക്കണം. ഓക്കെ, മറ്റത് 2 എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ്, ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് എപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുള്ള പ്രശ്നമാണ്. അതും കൂടി ചെയ്ത് നോക്കാം. എഴുതിയോ? കുറച്ച് സ്പീഡ് കൂടിയല്ലേ? കഴിയാറായി. ഒരു 4-5 ക്വസ്റ്റ്യൻ നമുക്ക് നിർത്താം. ഇന്റഗ്രേഷൻ നിർത്താം.
പിന്നെ ഡിഫറൻസിയേഷൻ ഫസ്റ്റ് യൂണിറ്റ്. യെസ്, അപ്പൊ അടുത്ത രണ്ടെണ്ണം കൂടി ചെയ്യാണ്. അതിന്റെ ഇന്റഗ്രൽ കൂടി ചെയ്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോലെ ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് ചോദിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിന് നമ്മൾ എന്ത് എഴുതാം? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2x. വളരെ എളുപ്പമാണ് പഠിക്കാൻ, രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. 1 മൈനസ് വരുമ്പോ സൈൻ സ്ക്വയർ, 1 പ്ലസ് വരുമ്പോ കോസ് സ്ക്വയർ. ഓക്കെ, ഇപ്പൊ തന്നെ പഠിക്കാം. 1 മൈനസ് കോസ് 2x വരുമ്പോ സൈൻ സ്ക്വയർ, 1 പ്ലസ് കോസ് 2x വരുമ്പോ കോസ് സ്ക്വയർ. 1/2 വെളിയിലെടുത്തു. 1/2 ഇന്റഗ്രൽ 1 മൈനസ് കോസ് 2x. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി, കഴിഞ്ഞു. 1/2 ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1ന്റെ ഇന്റഗ്രൽ എക്സ്, കോസിന്റെ ഇന്റഗ്രൽ സൈൻ 2x by 2 plus. That's all. x minus sin 2x by 2. ഇതേപോലെ തിരിച്ചും ചോദിക്കാറുണ്ട്. ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് കൊടുക്കുക. ഇന്റഗ്രൽ 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2x by 2. 1/2 ഇൻറ്റു 1ന്റെ ഇന്റഗ്രൽ എക്സ് പ്ലസ് കോസിന്റെ ഇന്റഗ്രൽ സൈൻ 2x. സോറി, ഈ ബൈ 2 ഇല്ല, സൈൻ 2x by 2. ഓക്കെ, അവിടെ പ്ലസ് ഇവിടെ മൈനസ്, അത്ര അവിടെ മൈനസ് ഇവിടെ പ്ലസ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇന്റഗ്രേഷന്റെ 4 മാർക്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്തതാണ്, ഏരിയയുടെ പ്രോബ്ലം ആണ്. ഓക്കെ, അടുത്തത് ഓക്കെ എഴുതാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ dx by x square plus x minus 2. ഇത് പാർട്ട് സി 15 മാർക്കിന്റെ ക്വസ്റ്റ്യനിലുള്ളതാണ്. dx by x square plus x minus 2 by the method of partial fraction. ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യണേ. by the method of partial fraction. Evaluate the integral by the method of partial fraction. ഓക്കെ, ചെയ്യാം. ഇപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രത്യേക രീതിയിലുള്ള മെത്തേഡാണ്. അപ്പൊ അത് ഒരു എസ്എ ക്വസ്റ്റൻ ആണ് എപ്പോഴും ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ അത്രേ വരുള്ളൂ. അല്ലാണ്ട് അതിലും ചെറിയ മാർക്കിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഇല്ല. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് കേട്ടോ. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിനോമിനേറ്റർ ഫാക്ടർ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരിക്കും. അതായത് ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ആകുന്ന ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതില് 3 ടൈപ്പ് ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു ടൈപ്പ് തന്നെ എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് വരുന്ന സിമ്പിൾ ടൈപ്പ് മാത്രമേ ഇന്നിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അത് തന്നെ ചോദിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ടൈമില്ല. അവസാന ടൈമിൽ പഠിക്കുമ്പോൾ ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ആക്കാൻ നോക്കാം, ഫാക്ടറൈസ് ചെയ്യാം. ഇതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ക്വസ്റ്റിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ -2. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ -2 കിട്ടും. ഏതൊക്കെ ഓപ്ഷനാ? -1 × 2 -2 ആണ്. അതുപോലെ 1 × -2 -2 ആണ് കേട്ടോ. 2 നമ്പർ ആഡ് ചെയ്താൽ +1 കിട്ടണം. കിട്ടണം. ഇവിടെ -2 കിട്ടണം. ഈ 2 നമ്പർ ആഡ് ചെയ്ത് നോക്കാം. +1 കിട്ടി. അപ്പൊ ഇതാണ് ആൻസർ. ഈ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ -1 ആണ് കിട്ടുക കേട്ടോ. ഇതെല്ലാം ഏതാണ് ഓപ്ഷൻ? +1 ആണ് അല്ലെ. +1 കിട്ടുന്നുണ്ട്, -2 കിട്ടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ 2 നമ്പർ? -1 ഉം +2 ആണ്. അപ്പൊ ക്വസ്റ്റിനെ മാറ്റി എഴുതാണ് ഈക്വൽ ടു ഇന്റഗ്രൽ dx by x -1 into x plus 2 എന്നാണ്. മനസ്സിലായോ? പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയത്, ഫാക്ടറൈസ് ആക്കിയത് മനസ്സിലായോ? പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ -2, ആഡ് ചെയ്താൽ +1. ഇനി ഇത് മനസ്സില്ലാത്തവരെ ഇത് മനസ്സിലാകാത്തവര് കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ
നമുക്ക് അതിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പൊ അതില് എത്ര പേരുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്? ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉണ്ട്? എത്ര പേരുടെ കയ്യിൽ? ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉള്ളവർക്ക് വേണ്ടിട്ട്? ജസ്റ്റ് ഒന്ന് പറയാണ്. ഇപ്പൊ ആരെങ്കിലും ഒരാള്? ഓക്കെ, എങ്കിലും ഏതാ കാൽക്കുലേറ്റർ നമ്പർ എന്ന് പറഞ്ഞേ? കാൽക്കുലേറ്ററിന്റെ മുകളിലുള്ള നമ്പർ? ഓക്കെ, FX 991 MS. ഇതുള്ളവർ ശ്രദ്ധിക്കുക. ഇത് നീരജിന്റെ കയ്യിലാണ്. ആരുടെ കയ്യിലോ? നീരജ് ഒരു കാര്യം ചെയ്യാം. കാൽക്കുലേറ്ററിന്റെ മോഡ് ഒന്ന് പ്രസ് ചെയ്ത. മോഡ് പ്രസ് ചെയ്തോ? അത് 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോ ഇക്വേഷൻ വരുന്നുണ്ട്. ഇക്വേഷൻ EQN എന്ന് വരും. EQN 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോ EQN എന്ന് വന്നിട്ടുണ്ടാവും. EQN കണ്ടോ? വന്നില്ലേ? വന്നോ? അപ്പൊ അതിന്റെ നമ്പർ അത് എടുക്കുക. ആ ഇക്വേഷന്റെ നമ്പർ അടിച്ചു കൊടുക്കുക. 3 എത്ര നമ്പർ എത്രയാണ്? ആ ഇക്വേഷൻ എടുക്കുക. എത്ര ശേഷം അത് എടുക്കുക. അപ്പൊ ഇക്വേഷൻ അമർത്തുക. 1 അടിക്കുക. അപ്പൊ ഇക്വേഷന്റെ 1 അടിക്കുക. അടിച്ചോ? അപ്പൊ കാൽക്കുലേറ്റർ ഡിസ്പ്ലേയില് അൺനോൺ എന്ന് കാണിച്ചിട്ടുണ്ടാവും. അൺനോൺസ് അല്ലെ? അൺനോൺസ് 2, 3 എന്നുള്ള കാണിച്ചിട്ടുണ്ടാവും. അതല്ല നമുക്ക് വേണ്ടത്. അത് മെട്രിക്സിന്റെ പ്രോബ്ലം ചെയ്യാനാണ്. അത് നമുക്ക് വേണ്ട. നമ്മള് ആ കാൽക്കുലേറ്ററിന്റെ മെയിൻ മെനുല്ലേ, ഇങ്ങനെ 4 ബട്ടൺ അല്ലേ? 4 ബട്ടന്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തേ. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഡിഗ്രി എന്ന് വരും. ഈ അൺനോൺ എന്നുള്ള മാറിയിട്ട് അവിടെ ഡിഗ്രി വന്നോ? ഡിഗ്രി വന്നോ? നമ്മുടെ ഇത് പോളിനോമിയലാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. അതിന്റെ ഡിഗ്രി 2 ആണ് അല്ലെ? അല്ല, അപ്പൊ 2 എന്ന് ടൈപ്പ് ചെയ്യാം. നീ ടൈപ്പ് ചെയ്തോ? ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഇതിന്റെ കോഎഫിഷ്യന്റ് ചോദിക്കും. എ എന്നുള്ള ചോദിക്കും. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 എന്ന് അടിക്കുക. ഈക്വൽ ടു അടിക്കുക. 1 എന്ന് അടിച്ചിട്ട് ഈക്വൽ ടു കൊടുക്കുക. കൊടുത്തോ? അപ്പൊ ബി എന്ന് ചോദിക്കും. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, അതും 1 ആണ്. ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു കൊടുക്കുക. 1 അടിച്ചിട്ട് ഈക്വൽ ടു കൊടുക്കുക. പിന്നെ സി ചോദിക്കും. അത് -2 കോൺസ്റ്റന്റ് ടൈം ആണ്. -2 കൊടുക്കുക. ഈക്വൽ ടു കൊടുക്കുക. കൊടുത്തോ? ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട. -2 കഴിയാ ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ x1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അടുത്തത് ഈ മെയിൻ മെനുവിന്റെ താഴെ ഞെക്കി നോക്കാം. മെയിൻ മെനുവിന്റെ താഴെ ഞെക്കാം. അപ്പൊ x2 ഈക്വൽ ടു കിട്ടി. എത്ര? -2 അല്ലേ? ആണോ? 1 -2 അല്ലേ കിട്ടിയത് കാൽക്കുലേറ്ററിലെ? ഓക്കെ, അതാണ് നമ്മൾ ഈ CF PI ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണത്. CF PI കാണുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ് കേട്ടോ. 1 -2 ആണ്. അപ്പൊ അത് അവിടെ അത് മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. വാല്യൂ 1 -2 ആണ്. സൊല്യൂഷൻ 1 -2 ആണ്. അല്ലെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് 1 -2 ആണ്. പക്ഷെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ തിരിച്ചാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് എഴുതണം? x - 1 into x + 2 എഴുതണം കേട്ടോ. ഇവിടെ കിട്ടുന്നതിന്റെ തിരിച്ചാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. ആൻസർ ഇതാണ്. നമ്മുടെ CF PIയുടെ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ എഴുതാം? C1 e⁻1x + C2 e⁻2x ഇങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, തല തിരിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റർ ഉള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. പ്രത്യേകിച്ച് അതാണ് എനിക്ക് നല്ലത്. സമയം കളയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ച് ബാക്കി കൊണ്ടുപോകണമെങ്കിൽ അതും പ്രശ്നമാണ്. മോഡ് ഞെക്കിയിട്ട് 1 ഞെക്കിയാൽ മതി. മോഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. 1 പ്രസ് ചെയ്യുക. ആയോ?
തിരിച്ച് ബാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റില്ല, അല്ലെങ്കിൽ മോഡി ഞെക്കിട്ട് വന്നേക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യനെ ഫാക്ടറൈസ് ചെയ്തു. എന്താ ഇത്? എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു. അപ്പൊ ഇങ്ങനെ ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഇതിന്നൊക്കെ മാറിപ്പോയി എങ്കിലും വീണ്ടും പറയാം. ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് വരുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത്? ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് വരുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് വരുമ്പോൾ. അപ്പൊ ഡിനോമിനേറ്റർ ഇവിടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ മെത്തേഡ് ആണ്, കുറച്ച് ലെങ്ത് ഉണ്ടെന്നുള്ളൂ. നമ്മൾ ഈ ഡി എക്സ് ഒഴികെയുള്ള ടേം എടുത്ത് എഴുതുന്നു. 1 ഇന്റഗ്രേഷൻ ഒന്നും വേണ്ട, എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് ഡി എക്സ് ഇല്ലാത്ത ടേം മാത്രം, ഫംഗ്ഷൻ മാത്രം എടുത്ത് എഴുതും. അതിനെ രണ്ട് ഫ്രാക്ഷൻ ആക്കുകയാണ്. എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ, പകുതി പകുതി ഫ്രാക്ഷൻ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 1/x-1 ഇൻറ്റു എക്സ് പ്ലസ് ടുനെ നമ്മളെ a/x-1 പ്ലസ് b/x+2 എഴുതി. ഇത് മൂന്ന് പ്രോഡക്റ്റ് വന്നാലോ? a/x-1 പ്ലസ് b/x-2 പ്ലസ് c/x-3 അങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. ഇനി ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കാണണം. നമ്മൾ ചെയ്യേണ്ടത് എക്കും ബിക്കും ഉള്ള വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. എയുടെയും ബിയുടെയും വാല്യൂ കാണണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ടേമിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ട് താഴെ കിടക്കുന്ന രണ്ട് ടേമിനെ എടുത്തിട്ട് അങ്ങോട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ആരെ വരിക? 1 ഈക്വൽ ടു ഈ രണ്ട് ടേം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് a/x-1 ഇൻറ്റു x-1 ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് b/x+2 ഇൻറ്റു x-1 ഇൻറ്റു എക്സ് പ്ലസ് ടു. എന്താ ചെയ്തത്? ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ x-1 കട്ടായി, അവിടെ x+2 കട്ടായി. അപ്പൊ നമുക്ക് 1 ഈക്വൽ ടു എന്ത് കിട്ടി? a ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് b ഇൻറ്റു x-1. ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a ഇൻറ്റു എക്സ് പ്ലസ് ടു b ഇൻറ്റു x-1. പക്ഷെ രണ്ടെണ്ണം വരുമ്പോഴേ അത് ശരിയാവുള്ളൂ. മൂന്നെണ്ണം വരുമ്പോ ആ ഒരു അത് റിസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ a ഇൻറ്റു എക്സ് പ്ലസ് ടു b ഇൻറ്റു x-1 അത്രേ ഉള്ളൂ. രണ്ടെണ്ണം വരുന്നത് തൽക്കാലം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 എടുക്കാം. ഈ ഇക്വേഷൻ 2ല് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അതിന് എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതില് എക്സ് ഈ ഒരു ടേം 0 ആക്കണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി? ഈ ഒരു ടേം 0 ആണ്, എക്സിന് എന്ത് കൊടുത്താൽ മതി? x+2 0 ആവണം, -2 കൊടുത്താൽ മതി. അങ്ങനെയാണ് കൊടുക്കുന്നത്. എക്സിന് -2 കൊടുക്കാണ് ഈ ഒരു ഇക്വേഷനിൽ ഇടാം. രണ്ടാമത്തെ ഇക്വേഷൻ, ആദ്യത്തിലല്ല രണ്ടാമത്തിൽ എക്സിന് -2 കൊടുക്കാണ്. 1 ഈക്വൽ ടു a ഇൻറ്റു -2 പ്ലസ് 2 പ്ലസ് b ഇൻറ്റു -2 -1. അപ്പൊ ഇത് 0 ആയിട്ടാ. 1 ഈക്വൽ ടു 0 പ്ലസ് b ഇൻറ്റു -3 എന്ന് വരും. 1 ഈക്വൽ ടു a ഇൻറ്റു 0 പ്ലസ് b ഇൻറ്റു -3. ആ -3 ഡിവൈഡ് ചെയ്യാം. 1/-3 ഈക്വൽ ടു b എന്ന് കിട്ടി. അതായത് b ഈക്വൽ ടു -1/3. ബിന്റെ വാല്യൂ -1/3. ഓക്കെ ആണോ? ബിന്റെ വാല്യൂ -1/3. ക്ലിയർ? അടുത്ത ടൈം നോക്കുക. ബിയുടെ വാല്യൂ കിട്ടിയ പോലെ അടുത്ത ടൈമില് ഇത് 0 ആക്കണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി? എക്സിന് 1 കൊടുത്താൽ മതി അല്ലേ? എക്സിന് 1 കൊടുക്കുമ്പോ ഇത് 0 ആയി പോകും അല്ലേ? ആണോ? 1 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? a ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് b ഇൻറ്റു 1 മൈനസ് 1. 1 ഈക്വൽ ടു a ഇൻറ്റു 3 പ്ലസ് 0. അപ്പൊ 1/3 ഈക്വൽ ടു a. ആ 3നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം.
എയുടെ വാല്യൂ 1/3 ബിയുടെ വാല്യൂ -1/3 കേട്ടോ. എയുടെ വാല്യൂ 1/3 എന്ന് കിട്ടി. ഓക്കെ ആണോ? യെസ്, അത് രണ്ടും ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എയുടെ വാല്യൂ -1/3 ബിയുടെ വാല്യൂ -1/3 കഴിഞ്ഞു. ഏകദേശം ഇന്റഗ്രേഷൻ അവസാനിപ്പിക്കാറായി. ഇവിടെയാണ് ഇന്റഗ്രേഷൻ കൊടുക്കുന്നത്. ഇന്റഗ്രൽ 1/x-1 into x plus 2 dx. ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന പോലെ രണ്ട് ഫ്രാക്ഷനിലും ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇന്റഗ്രൽ 1/3/x-1 dx പ്ലസ് ഇന്റഗ്രൽ -1/3/x plus 2 dx ഈക്വൽ ടു 1/3 ഇന്റഗ്രൽ 1/x-1 dx -1/3 ഇന്റഗ്രൽ 1/x plus 2 dx. നമുക്കറിയാം 1/x ഇന്റഗ്രൽ log x ആണ് കേട്ടോ. 1/x ഇന്റഗ്രൽ എന്താണ്? log x ആണ്. 1/x-1 ഇന്റഗ്രൽ എന്താ വരിക? log x-1 log mod x-1 -1/3 log mod x plus 2. ഇതാണ് ആൻസർ. ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ തൽക്കാലം ഇതുവരെ എഴുതാം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സൈ ക്വസ്റ്റൻ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. എപ്പോഴും മിക്ക ക്വസ്റ്റിനും log തന്നെ വരാറ്. log a minus log b എന്നുള്ള മോഡലാവട്ടെ. ഇതുവരെ എഴുതാം എല്ലാവരും. ഈ ക്വസ്റ്റിനെ ഒന്നുകൂടി സിംപ്ലിഫൈ, അങ്ങനെ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. കാരണം ഇത് അങ്ങനെ വന്നതുകൊണ്ടാണ്. ഈ രണ്ടിനും 1/3 വന്നതുകൊണ്ട് 1/3 നമുക്ക് കോമൺ എടുക്കാം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. 1/3 കോമൺ എടുത്തു കഴിഞ്ഞാൽ log mod x-1 മൈനസ് log mod x plus 2 കേട്ടോ. അത് 1/3 വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, രണ്ടിലും കോമൺ വന്നത് കൊണ്ടാണ് പുറത്തേക്ക് എടുത്തത്. അങ്ങനെ കോമൺ പുറത്തെടുത്തത് കൊണ്ട് log a minus log b എന്നുള്ള റിസൾട്ട് ആണ്. അങ്ങനെ പുറത്തെടുത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്. പുറത്തെടുത്തില്ലായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ log a minus log b ആണ്. log a minus log b ക്ക് നമുക്ക് log a by b എന്ന് കൊടുക്കാം. അപ്പൊ log mod x-1 by mod x-2 x plus 2 ഒറ്റ മോഡ് മതിയല്ലോ. log mod x-1 by x plus 2 plus c കേട്ടോ. ഇങ്ങനെ എഴുതാം. അത് 1/3 കോമൺ വന്നതുകൊണ്ടാണ്. കോമൺ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കേടാ. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഞാൻ ക്ലാസ്സിലെടുത്ത നോട്ട്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ ടൈപ്പിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ടൈപ്പ് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ ഏതാണ്? ഇവാലുവേറ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞ് നിർത്താട്ടോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ x by x-1 into x-2 dx. Evaluate integral x by x-2 into x-2 dx. Evaluate the integral x by x-1 into x-2 dx. അപ്പോൾ നമുക്കിത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ ഡിനോമിനേറ്റർ ഫാക്ടർ ആണ്, പ്രോഡക്റ്റ് ആണ്. x by x-1 into x-2 നെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു a by x-1 plus b by x-2 എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോ ഇതിന് നേരത്തെ പോലെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എക്സ് ഇവിടെ ന്യൂമറേറ്റർ ഈക്വൽ ടു വരും. അത് തമ്മിൽ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a into x-2 plus b into x-2. ഇതില് പുട്ട് ഇത് 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് എന്ത് കൊടുത്താൽ മതി? ഇത് 0 ആക്കാൻ വേണ്ടി എക്സിന് എന്ത് കൊടുക്കാം? നമുക്ക് എക്സിന് 2 കൊടുക്കാം അല്ലെ.
അപ്പൊ ഇവിടെയും കൊടുക്കണേ, ഇത് മുതലാണ് കൊടുക്കേണ്ടത്. അപ്പൊ 2 ഈക്വൽ ടു a into 2 minus 2 plus b into 2 minus 1. 2 ഈക്വൽ ടു 0 പ്ലസ് b into 1. അതായത് 2 ഈക്വൽ ടു b. ബിന്റെ വാല്യൂ 2 ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നത്, അതിലാണ് കൊടുക്കുന്നത്. അപ്പോ ഇതില് എക്സിന് 2 കൊടുത്തപ്പോൾ ആൻസർ ബി കിട്ടി. ബിന്റെ വാല്യൂ 2. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് എക്സിന് 1 കൊടുത്താൽ മതി. പ്രോബ്ലം കഴിഞ്ഞു. എക്സ് ഈക്വൽ 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കാം. അപ്പൊ ഇവിടെ 1 ഈക്വൽ ടു a into 1 minus 2 plus b into 1 minus 1. ഓക്കെ, 1 ഈക്വൽ ടു 0 അല്ല, a into minus 1 plus 0. ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ -1 ഈക്വൽ ടു എയുടെ വാല്യൂ -1 ആണ് കേട്ടോ. എയുടെ വാല്യൂ -1ഉം ബിയുടെ വാല്യൂ 2. എയുടെ വാല്യൂ -1ഉം ബിയുടെ വാല്യൂ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1 ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 2. ഇനി രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ x by x minus 1 into ഇന്റഗ്രേഷൻ സിമ്പിൾ ആണ്, എല്ലാത്തിനും ലോഗ് കേട്ടോ. ഈക്വൽ ടു ഇന്റഗ്രൽ -1 by x minus 1 dx പ്ലസ് ഇന്റഗ്രൽ 2 by x minus 2 dx. ഇവിടെ -1 ഔട്ട് സൈഡ് എടുക്കാം. -1 ഇന്റഗ്രൽ 1 by x minus 1 dx. അവിടെ 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഇന്റഗ്രൽ 1 by x minus 2 dx ഈക്വൽ ടു -1 into log mod x minus 1 പ്ലസ് 2 into log mod x minus 1. അതിന് ഇത്ര എഴുതിയാൽ മതി, കൂടുതൽ സിംപ്ലിഫിക്കേഷൻ വേണ്ട. ഓക്കെ, ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലെ ഫസ്റ്റ് ടൈപ്പ് ആണിത്. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അതെല്ലാം കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വട്ടാവും. തൽക്കാലം ഇതിരിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇന്റഗ്രേഷന് തൽക്കാലം ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് എടുക്കുന്നതാണ് മെയിൻ സാധനം, മെയിൻ യൂണിറ്റ്. അത് ഇന്ന് എടുക്കുന്നില്ല, നാളെ എടുക്കാം. ഇന്ന് ഇത്രയും പഠിക്കുക. ഈ 3 യൂണിറ്റ് ഇത്രയും പഠിക്കണ്ട. ഓക്കെ, കാരണം നാളെ ഇത്രയും 3 യൂണിറ്റ് ഇന്നത്തോടെ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നാളെ ഞാൻ എടുക്കാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞ 10-20 മാർക്കിനുള്ള സാധനമാണ്. 10-25 മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എക്സാമിന് നല്ല നീറ്റായിട്ട് എഴുതണേ. എക്സാം പേപ്പർ അത്ര അടിപൊളിയായിട്ട് എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ചുമ്മാ വാരിയിട്ട് ക്വസ്റ്റ്യനെ അതുപോലെ എഴുതിയിട്ട് തോന്നിയത് മാത്സിന് ഡിഫറൻസിയേഷൻ ചോദിക്കുമ്പോൾ ഇന്റഗ്രേഷൻ എഴുതുക, ഇന്റഗ്രേഷൻ ചോദിക്കുമ്പോൾ ഡിഫറൻസിയേഷൻ എഴുതുക. അങ്ങനെയൊന്നും ചെയ്യരുത്. എഴുതുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, എഴുതുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. പിന്നെ ഇത്രയും ഇപ്പോൾ നമ്മളിപ്പോ ഇന്റഗ്രേഷൻ കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു യൂണിറ്റ് കൂടി കഴിഞ്ഞതിന്റെ 3 യൂണിറ്റോളം ആയി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കുക. മനസ്സിലായോ? അതായത് 4th യൂണിറ്റിൽ CFPI എന്നുള്ള യൂണിറ്റ് ഉണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ എളുപ്പമുള്ള യൂണിറ്റ് ആണ്. അത് നോക്കുക. ദെൻ നമ്മുടെ നമ്പർ തിയറി ഉണ്ട്. തിയറി ഓഫ് നമ്പേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിപ്പിച്ചു. അത് നോക്കുക. ഇന്റഗ്രേഷനിൽ ഇപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നോക്കാം. ഇനി എടുക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യരുത്. അതിലാണ് ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. nth ഡെറിവേറ്റീവിന്റെ ലെബനിസ് തിയറം എന്ന് പറഞ്ഞ അതിലൊരു nth ഡെറിവേറ്റീവിന്റെ ഒരു ക്വസ്റ്റ്യൻ 15 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ആ ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. കാരണം അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ എന്താ പറയുക, പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. ഉടായ്പൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നാളെ എടുക്കല്ലേ നല്ലത്, ഇന്നെടുക്കണേക്കാളും. അത് നോക്കട്ടെ. ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ നോക്കട്ടെ. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാം. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കിട്ടാം. സമയം കിട്ടുകയാണെങ്കിൽ. എനിക്ക് കുറെ ട്യൂഷനൊക്കെ പെൻഡിങ് ആയിട്ടിരിക്കേണ്ടത്. അപ്പൊ കാരണം അതോടെ തീർത്ത് കഴിഞ്ഞാൽ എന്റെ പണി തീർന്നു. പിന്നെ നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി എന്റെ ഒരു ഇതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ പഠിപ്പിച്ചതാണ്. എനിക്ക്
ഇപ്പൊ അവസാനം പഠിപ്പിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞു അല്ലേ, ഒരു സെം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. എങ്ങനെയെങ്കിലൊക്കെ ഓർമ്മയിൽ വരുത്താൻ വേണ്ടിട്ട് എടുക്കാണ് കേട്ടോ. അപ്പൊ പഴയ നോട്ടൊക്കെ ഞാൻ എടുക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ടിലുണ്ട്. ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ ബാക്കി നോക്കുക കേട്ടോ. ബാക്കിയുള്ളത് പഠിക്കുക. നോട്ട് ഉണ്ടാവില്ല എല്ലാവരുടെ കയ്യിലും. എത്ര ആൾക്കാർ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെന്നൊക്കെ ദൈവത്തിന് അറിയാം. അപ്പൊ കറക്റ്റായിട്ട് എഴുതിയവർ അത് നോക്കി പഠിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ nth ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതിന്റെ കൂടെ തന്നെ ആ ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഒരു സൈൻ h²x മൈനസ് കോസ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു 3-4 പ്രൂഫുകളുണ്ട്. അത് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസും കിട്ടും, പിന്നെ nth ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യനും കിട്ടും കേട്ടോ. അപ്പൊ അതിൽ നിന്ന് 10-30 മാർക്കുള്ള സാധനം അതിൽ കിട്ടാറുണ്ട്. അപ്പൊ അത് ഇന്ന് വൈകിട്ട് നമുക്ക് തുടങ്ങാം. പറ്റിച്ചെങ്കിൽ സമയം കിട്ടണമെങ്കിൽ ഇന്ന് 7 മണിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7 മണിക്ക് ഇന്നതോടെ തീർക്കുകയാണെങ്കിലേ എനിക്ക് പിന്നെ 3 ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കാം. നിങ്ങൾ ഇന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം. അപ്പൊ ഇത്രയും ഉള്ളതൊന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ബൈ.